നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 18 തികയാത്ത സ്പാനിഷ് ഫുട്ബോളറാണ് ലാമിൻ യമാൽ. അവൻ സ്പാനിഷ് ദേശീയ ടീമിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അതുപോലെ ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരമെന്ന് ഫിഫ അവാർഡ് നൽകിയ, ഫിഫ ബെസ്റ്റ് കിട്ടിയ വിനി ജൂനിയർ, ബ്രസീലിയൻ താരം, അദ്ദേഹം ബ്രസീലിയൻ ദേശീയ ടീമിന് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, ഇത് തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കിയാൽ ആരാണ് മുന്നിൽ നിൽക്കുക? നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. കൃത്യമായ കണക്ക് sofascore.com പുറത്തു വിട്ടിട്ടുമുണ്ട്. ഈ രണ്ട് താരങ്ങളുടെയും ദേശീയ ടീമിനായിട്ടുള്ള കളികളുടെ കണക്ക്. ലാമിൻ യമാൽ 19 അന്താരാഷ്ട്ര മത്സരങ്ങളാണ് കളിച്ചത്, അതായത് വിനിയേക്കാൾ പകുതി മാത്രം. വിനി 38 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ഈ 19 അന്താരാഷ്ട്ര കളികളിൽ നിന്ന് 4 ഗോളുകൾ ലാമിൻ യമാൽ നേടിയപ്പോൾ 38 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് 6 ഗോളുകളാണ് വിനിയുടെ വക വന്നത്. അസിസ്റ്റുകൾ ഈ കുറഞ്ഞ കളി കളിച്ചിട്ടും യമാലാണ് മുന്നിൽ. 8 അസിസ്റ്റുകൾ യമാലിൻ്റെ വക സ്പെയിനിന് വേണ്ടി ഇതുവരെ വന്നിട്ടുണ്ടെങ്കിൽ 5 അസിസ്റ്റുകളെ ബ്രസീലിന് വേണ്ടി വിനിയുടെ വക വന്നിട്ടുള്ളൂ. ഗോൾ കോൺട്രിബ്യൂഷൻ നോക്കുക, യമാലാണ് വിനിയേക്കാൾ മുന്നിൽ. പകുതി കളി മാത്രം കളിച്ചിട്ടുള്ള യമാൽ 12 ഗോൾ കോൺട്രിബ്യൂഷൻസ് ഇതുവരെ സ്വന്തമാക്കിയെങ്കിൽ 11 ഗോൾ കോൺട്രിബ്യൂഷൻസേ വിനിയുടെ പേരിലുള്ളൂ. ഇനി മിനിറ്റ്സ് പെർ ഗോൾ നോക്കുകയാണെങ്കിൽ, അതായത് മിനിറ്റ്സ് പെർ ഗോൾ കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ, ഓരോ 108 മിനിറ്റിലും സ്പെയിനിന് വേണ്ടി ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ യമാലിൻ്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ 219 മിനിറ്റുകളിൽ 1 എന്ന നിരക്കിലാണ് ബ്രസീലിയൻ ദേശീയ ടീമിനായിട്ടുള്ള വിനിയുടെ ഗോൾ കോൺട്രിബ്യൂഷൻ. എത്രയോ വ്യത്യാസമുണ്ട് എന്നർത്ഥം. കീ പാസുകൾ പെർ ഗെയിം 2 കീ പാസുകൾ യമാൽ കൊടുക്കുമ്പോൾ പെർ ഗെയിം 1.5 കീ പാസുകളെ ആവറേജ് വിനിയുടെ ഭാഗത്ത് നിന്ന് വരുന്നുള്ളൂ. സക്സസ്ഫുൾ ഡ്രിബിളിങ്ങുകൾ പെർ ഗെയിം 2.5, 52% സക്സസ് റേറ്റ് യമാലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ പെർ ഗെയിം 1.5, അതായത് 37% സക്സസ്ഫുൾ ഡ്രിബിളിങ്ങേ വിനിയുടെ ഭാഗത്ത് നിന്നുള്ളൂ. ഇനി ഡ്യുവൽസ് വിൻ ചെയ്ത കണക്ക് പെർ ഗെയിം 5.4 ആണ് യമാൽ, അതായത് 53% ഡ്യുവലുകളും അവൻ വിൻ ചെയ്യുന്നു. അതേസമയം വിനിയുടെ ഭാഗത്ത് 3.9 മാത്രമേ പെർ ഗെയിം വരുന്നുള്ളൂ. 44% മാത്രമേ അദ്ദേഹം ഡ്യുവൽസ് വിൻ ചെയ്യുന്നുള്ളൂ. കാര്യം വളരെ വ്യക്തമാണ്. വിനിയേക്കാൾ എത്രയോ ഇമ്പാക്റ്റ് സ്പാനിഷ് ദേശീയ ടീമിനായിട്ട് ലാമിൻ യമാൽ ഉണ്ടാക്കുന്നു. എന്തായാലും വിനിയുടെ ദേശീയ ടീമിനായിട്ടുള്ള പ്രകടനം ഇതുവരെ മോശമായിരുന്നു. പക്ഷേ കഴിഞ്ഞ കളിയിൽ ഒരു തകർപ്പൻ ഗോളും കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡൊക്കെ സ്വന്തമാക്കിയിട്ട് വിനി തൻ്റെ മികവ് ദേശീയ ടീമിനായിട്ട് കൊടുക്കാൻ തുടങ്ങുന്നു എന്നൊരു സൂചന നൽകുന്നുണ്ട്. കാത്തിരിക്കാം അർജൻറ്റീനയ്ക്കെതിരെയുള്ള കളിയിൽ എന്തായിരിക്കും വിനിയുടെ പെർഫോമൻസ് എന്നറിയാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.